നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലയം ഹൗസിംഗ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. പീരുമേട്ടിൽ നവീകരിച്ച ലയങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊടുപുഴയിൽ UDF-ന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പൊതുയോഗം UDF നിയോജക മണ്ഡലം കൺവീനർ NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗീത അധ്യാപകൻ സുഗുണനെ ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ലഹരി വിരുദ്ധ സൈക്കിൾ യാത്രയുമായി റിട്ടയർഡ് SI A ഷാജഹാൻ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച സൈക്കിൾ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഓണക്കാലത്ത് പൂക്കളുടെ വസന്തമൊരുക്കാൻ തയ്യാറായി വീണ്ടും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. വിവിധ വാർഡുകളിലായി 21 ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിക്കുന്നത്. വാർത്തകൾ വിശദമായി. ലയം ഹൗസിംഗ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. പീരുമേട്ടിൽ നവീകരിച്ച ലയങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കരടിക്കുഴിയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് അംഗം R തിലകൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ സാമുവൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പീരുമേട് കരടിക്കുഴി AVT കമ്പനി എസ്റ്റേറ്റിലെ നവീകരിച്ച ലയങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ തുടക്കം കുറിച്ച ലയം ഹൗസിംഗ് സ്കീം പദ്ധതി പ്രകാരം ഇടുക്കി ജില്ലയിലാണ് ആദ്യമായി പ്രവൃത്തി നടപ്പാക്കുന്നത്. നിലവിൽ AVT കമ്പനി എസ്റ്റേറ്റിലെ ലയങ്ങളുടെ നവീകരണമാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ശേഷിക്കുന്ന 73 ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. തൊഴിലാളികളുടെ ലയങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് മുഖ്യമന്ത്രി തന്നെ ഒരു നവീകരണ പദ്ധതിയും നിർമ്മാണ പദ്ധതിയും പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പ്ലാന്റേഷൻ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ 9 ശേഷം ബജറ്റിൽ 10 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇത്തവണ 42.5 കോടി രൂപയുടെ DPRകൾക്ക് അംഗീകാരം നൽകി. അതിൽ 9.5 കോടി രൂപ സബ്സിഡിയായിട്ട് പ്ലാന്റേഴ്സിന് നൽകുന്നുണ്ട്. അതിൽ നവീകരിച്ച 10 ലയങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇനി 83 കൂടി AVTയുടെ ഇവിടെ നവീകരിക്കാനുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്ലാന്റേഷനുകളിലും ലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. മൂന്നാർ വലിയ തോതിലുള്ള പുതിയ നിർമ്മാണം നടക്കുന്നുണ്ട്. അതോടുകൂടി അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം അവിടെ നിർവഹിക്കും എന്നാണ് കണക്കാക്കുന്നത്. തൊഴിലാളികളുടെ ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനായി സർക്കാർ ശ്രമിക്കുകയാണ്. കരടിക്കുഴിയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, AVT കമ്പനി ജനറൽ മാനേജർ S ജിക്കുഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P ഹരിഹരൻ, N സുകുമാരി, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് അംഗം R തിലകൻ, വ്യവസായ വാണിജ്യ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ ആൻഡ് ഡയറക്ടർ P വിഷ്ണുരാജ്, വാണിജ്യ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ R രാജീവ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊടുപുഴയിൽ UDF-ന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പൊതുയോഗം UDF നിയോജക മണ്ഡലം കൺവീനർ NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PN ഷംസുദ്ദീൻ, M മോനിച്ചൻ, MA കരീം, ഷിബിലി സാഹിബ്, KG സജിമോൻ, ബ്ലെയ്സ് വാഴയിൽ, ഫിലിപ്പ് ചേരിയിൽ, MH സജീവ്, TJ പീറ്റർ, VJ പാപ്പു, കൃഷ്ണൻ കണിയാപുരം എന്നിവർ സംസാരിച്ചു. കേരളം കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി വിജയന്റെ
ടൂൾ ഭരണത്തിനെതിരായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. വളരെ എല്ലാ ജനങ്ങളും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി. UDF പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കേരളം 9 വർഷക്കാലമായി ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിയും പറഞ്ഞു, കേരളം ഭരിക്കുന്ന 9 വർഷക്കാലത്തെ അവരുടെ വികസന നേട്ടങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പാണ് എന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ പറയുകയുണ്ടായി. രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിനിയോഗിക്കുന്ന ആളുകൾക്കറിയാം, കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഗവൺമെന്റിനെതിരാണ്. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടന്നത്. 9 വർഷക്കാലമായി LDF ഭരിക്കുന്ന LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും 9 വർഷക്കാലമായി LDF-നെ മുഖേച്ച ഒരു MLA-യുമാണ് രാജിവെച്ചതിന് വേണ്ട തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗീത അധ്യാപകൻ സുഗുണൻ മാഷിനെ ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ നീനു പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ സംഗീതാധ്യാപകൻ സുഗുണൻ മാഷിനെ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് പൊന്നാട അണിയിച്ച് ആദരിച്ചു. തൊടുപുഴക്കാർക്ക് ഒരു അഭിമാനമാണ് സുഗുണൻ മാഷ എന്നും അദ്ദേഹത്തിന് 6000-ഓളം ശിഷ്യന്മാർ ഉണ്ട് എന്നും ഇനിയും ധാരാളം ആളുകൾക്ക് സംഗീതം പകർന്നു നൽകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ചെയർമാൻ ആശംസിച്ചു. സംഗീതത്തിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള സംഭാവന എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 5000-ലധികം ശിഷ്യസമ്പത്തുള്ള അദ്ദേഹം സംഗീതം ജീവിതത്തിൽ ഒരു ഉപാസനയായി മാറ്റിയിരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇന്ന് പലരും സംഗീത ലോകത്ത് വളരെ പ്രശസ്തരായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംഗീതത്തോടുള്ള അതിയായ താല്പര്യവും ഒരു അർപ്പണബോധവും ഏറെ ശിഷ്യന്മാർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം മുഴുവൻ സമയവും സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യരോടൊപ്പം അദ്ദേഹത്തിനെ ഇന്നിവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏവർക്കും വളരെ സന്തോഷമുണ്ട്. ഇനിയും വളരെ കാലം ഈ സംഗീത ലോകത്ത് അദ്ദേഹത്തിന് നിറയെ സംഭാവനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഐശ്വര്യവും അതുപോലെ തന്നെ ഈ നാട്ടിലും തന്നെ അദ്ദേഹം ഒരു ദീപമായി നിറഞ്ഞു നിൽക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ നീനു പ്രശാന്ത്, സാജു ആന്റണി, ജോസഫ് കുര്യൻ, ജോർലി കുന്നത്തുശ്ശേരി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്നിവർ പങ്കെടുത്തു. പിന്നെ എൻ്റെ ജീവിതമേ സംഗീതത്തിന് വേണ്ടിയാണ്. സംഗീതത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതം സംഗീതമാക്കിയാണ് ഞാൻ. എനിക്കൊരു രോഗം പിടിപെട്ടു, എന്നിട്ട് പോലും ഞാൻ അതിന് കീഴടങ്ങാൻ എനിക്കിഷ്ടമല്ല. അതെല്ലാം ഞാൻ എൻ്റെ സംഗീതം കൊണ്ട് തോൽപ്പിച്ചെന്നാണ് എനിക്ക് പറയാം. ഇപ്പോൾ 1 വർഷമായോടെ എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എനിക്ക് സംഗീതത്തിന് യാതൊരു മുടക്കവുമില്ല. ഞാൻ രാവിലെ 6 തൊട്ട് വൈകിട്ട് 11 മണി വരെ പാടും വെച്ചാൽ ക്ലാസ് എടുക്കും. ഓൺലൈനാണെങ്കിലും അല്ലാതെ പോലും കീമോ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അന്ന് ആർക്കും വരല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശ്രമം എന്തോന്ന് എനിക്കറിയത്തില്ല. ആ സമയത്ത് അഥവാ 1 മണിക്കൂർ ക്ലാസ് ഇല്ലെങ്കിൽ അപ്പോഴും ഞാൻ എൻ്റെ സംഗീതത്തിലേക്കായിരിക്കും ഞാൻ വെറുതെയെങ്കിലും ഞാൻ പാടും. അല്ലാതെ മറ്റ് നെഗറ്റീവ് ചിന്ത എനിക്ക് ഇഷ്ടം വരുന്നില്ല. കാരണം ഇതെനിക്കൊരു സംഗീതം എനിക്ക് വലിയ പവർ എനിക്ക് തന്നു. അതുകൊണ്ട് ഈ 1 വർഷം എങ്ങനെ കടന്നു പോയെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് എന്നെ കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് യാതൊരു ഭാവ വ്യത്യാസമില്ല. പിന്നെ നടക്കാൻ ഇച്ചിരി എനിക്ക് പോളിയോ വന്നതായുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരി വിരുദ്ധ സൈക്കിൾ യാത്രയുമായി റിട്ടയർഡ് SI A. ഷാജഹാൻ
പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം ഔദ്യോഗിക യാത്രയപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാതെയാണ് ഷാജഹാന്റെ ലഹരി വിരുദ്ധ സൈക്കിൾ യാത്ര. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച സൈക്കിൾ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം ഔദ്യോഗിക യാത്രയപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാതെ ഷാജഹാന്റെ ലഹരി വിരുദ്ധ സൈക്കിൾ യാത്ര. റിട്ടയർഡ് SI A ഷാജഹാനാണ് സൈക്കിളിൽ ലഹരിക്കെതിരെയുള്ള ചോരാത്ത പോരാട്ട വീര്യവുമായി നാടെങ്ങും എത്തുന്നത്. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച യാത്ര കാസർഗോഡെത്തി തിരിച്ച് തിരുവനന്തപുരം വരെ ലഹരി വിരുദ്ധ സന്ദേശം നൽകിയ ശേഷം മാത്രം വീട്ടിലേക്ക് മടങ്ങാനാണ് ഷാജഹാന്റെ തീരുമാനം. മെയ് 31-ന് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഷാജഹാൻ SI ആയി വിരമിച്ചത്. ഔദ്യോഗിക ജീവിതത്തിൽ ലഹരിക്കെതിരെ തുടർച്ചയായി ഇടപെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും എത്തി പ്രദേശത്തെ ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ അറിഞ്ഞ ശേഷം 1-2 സ്കൂളുകൾ സന്ദർശിച്ച് ലഹരി വിരുദ്ധ സന്ദേശം നൽകിയാണ് മടങ്ങുക. അവധി ദിവസങ്ങളിൽ പൊതുജനത്തോടും സംവദിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യോദ്ധാവിന്റെ സേവനങ്ങളും പങ്കുവച്ച ശേഷമാകും അടുത്ത സ്ഥലത്തേക്ക് പോവുകയെന്ന് A ഷാജഹാൻ പറഞ്ഞു. ഞാൻ ഷാജഹാൻ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും 31 വർഷത്തെ സർവീസിന് ശേഷം കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതി റിട്ടയർ ചെയ്ത് അതേ ദിവസം തന്നെ വീട്ടിലേക്ക് പോകാതെ സൈക്കിളിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ കൂടി 2025 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചതാണ്. കൊല്ലം ജില്ലയിലെ SPG സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു ഞാൻ. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ പോലീസിലെ മറ്റുള്ള ജോലികൾക്കിടയിൽ നിന്നുകൊണ്ട് നല്ലൊരു സംവിധാനമായ SPGയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം സമയം കിട്ടും. അപ്പം അതിനുശേഷം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളോടും അധ്യാപകരോടും സംസാരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ കാസർഗോഡ് പോയി തിരികെ വരുന്ന ഈ വഴിയിൽ ഏകദേശം 70ഓളം സ്കൂളുകളിലും 40ഓളം കവലകളിലും കൊച്ചിൻ മെട്രോയിൽ ട്രെയിനിൽ 2 ട്രിപ്പിൽ ഏകദേശം 700ഓളം ആൾക്കാരുമായിട്ടും വാട്ടർ മെട്രോയിലും തുടങ്ങി പല സ്ഥലങ്ങളിലും ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്കൂൾ എന്ന കണക്കിൽ ഈ പോകുന്ന വഴിക്കുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതേപോലെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലെ ലഹരിക്ക് അവർക്ക് എന്താണ് അവർക്ക് കൊടുക്കാവുന്ന ടിപ്സുകളും മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങളും പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ യാത്ര മുമ്പോട്ട് പോകുന്നത്. 33 ദിവസം കൊണ്ടാണ് യാത്ര അവസാനിക്കുന്നത്. അതിനുശേഷമാണ് റിട്ടയർ ചെയ്തതിനു ശേഷമുള്ള എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച സൈക്കിൾ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. SHO മഹേഷ് കുമാർ ബൊക്കെ നൽകിയാണ് ഷാജഹാനെ സ്വീകരിച്ചത്. ചടങ്ങിൽ SIമാരായ ശശി ഗോപാലൻ, സാബു സാമുവൽ, ബൈജു പാറയിൽ, മധുധരൻ പിള്ള, PK തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഓണക്കാലത്ത് പൂക്കളുടെ വസന്തമൊരുക്കാൻ തയ്യാറായി വീണ്ടും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. പച്ചക്കറി കൃഷിക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂപ്പാടങ്ങളും ഒരുക്കുകയാണ്. വിവിധ വാർഡുകളിലായി 21 ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിക്കുന്നത്. 5 രൂപ വിലയുള്ള ഹൈബ്രിഡ് തൈകൾ ഗുണഭോക്താക്കൾക്ക് 75% സബ്സിഡിയിൽ ലഭ്യമാകും. പൂപ്പാടങ്ങളുടെ നടീൽ ഉത്സവം മലയിഞ്ചി വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പൂക്കൾ കൊണ്ട് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. വാർഡ് തലത്തിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് ഒരു വാർഡിൽ ഒരു പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി പച്ചക്കറി കൃഷി നടത്തുകയും പുഷ്പകൃഷി നടത്തുകയും ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് നാടിന്റെ പൂക്കളും പച്ചക്കറികളുമായി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓണവിപണി നടത്തിയിരുന്നു. അതേ മാതൃകയിലാണ് ഈ വർഷവും പച്ചക്കറി കൃഷിക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂപ്പാടങ്ങളും ഒരുക്കുന്നത്. വിവിധ വാർഡുകളിലായി 21 ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിക്കുന്നത്. 5 രൂപ വിലയുള്ള ഹൈബ്രിഡ് തൈകൾ ഗുണഭോക്താക്കൾക്ക് 75% സബ്സിഡി ലഭ്യമാക്കും. കൃഷിക്ക് ആവശ്യമായി വരുന്ന കൂലിച്ചെലവിന് ഹെക്ടറിന് 16,000 രൂപ നിരക്കിൽ സബ്സിഡി നൽകും. ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നത്. കൃഷിഭവൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകും. പൂപ്പാടങ്ങളുടെ നടീൽ ഉത്സവം മലയിഞ്ചി വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ നാടിൻ്റെ പച്ചക്കറികളും നാടിൻ്റെ പൂക്കളുമായി ഓണം ആഘോഷിച്ചതുപോലെ ഇനി വരുന്ന ഓണക്കാലത്തും ഈ നാട്ടിൽ ഓണമൊരുക്കാൻ നമ്മുടെ നാട്ടിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂക്കളും പച്ചക്കറികളും ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷവും കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പുഷ്പകൃഷിയും ആരംഭിക്കുന്നത്. നമ്മുടെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 22ഓളം സ്ഥലത്താണ് ഇന്ന് മുതൽ കൃഷി ആരംഭിക്കുന്നത്. ഓണക്കാലത്ത് വിളവെടുക്കാൻ പാകത്തിന് നമ്മുടെ പൂക്കൾ കഴിഞ്ഞ വർഷം
നയനാചാരുതയോടുകൂടി നമ്മുടെ 19 ഇടങ്ങളിലാണ് പൂപ്പാടങ്ങൾ ഒരുങ്ങിയത്. അതുപോലെ മനോഹരമായി ഇപ്രാവശ്യവും മലയഞ്ചിയിലെ പൂപ്പാടം വലിയ സമൃദ്ധമായി നാട്ടുകാർക്ക് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായും അതോടൊപ്പം നമ്മുടെ ഓണക്കാലത്ത് സമൃദ്ധമായ പൂക്കൾ കിട്ടുന്ന നിലയിൽ പൂപ്പാടങ്ങൾ സമൃദ്ധിയായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഈ പുഷ്പ കൃഷിയുടെ നടിയൽ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൃഷി ഓഫീസർ കെ അജിമോൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, വാർഡ് മെമ്പർ അൽഫോൺസ കെ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഊന്നുകല്ലിൽ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. ഊന്നുകൽ നമ്പൂരിക്കൂപ്പ് പള്ളിക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം കൂറ്റൻ രാജവെമ്പാലയെ കണ്ടത്. ഏകദേശം 15 അടിയോളം നീളമുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങിയ രാജവെമ്പാലയെ നാട്ടുകാരുടെ സഹായത്തോടെ തട്ടേക്കാട് നിന്നെത്തിയ വനപാലകർ സാഹസികമായി പിടികൂടി കൊണ്ടുപോവുകയായിരുന്നു. ശുഭം ഓക്കെ പരിപാടി അത് അത്രയുള്ള പരിപാടി കിട്ടുന്ന സാധനം അനുപട്ടി കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും വിവിധ ക്ലബ്ബുകളുടെ കൺവീനർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും നടത്തി. DCL ഡയറക്ടർ റവറന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക്, കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജോഷി മാത്യു, സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും 20ഓളം ക്ലബ്ബുകളുടെ കൺവീനർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചു. DCL ഡയറക്ടർ റവറന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായ യോഗത്തിൽ ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിയക് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ സബ് ഇൻസ്പെക്ടർ ജോഷി മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു 20ഓളം ക്ലബ്ബുകളുടെ കൺവീനർമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCL കോർഡിനേറ്റർ റോയി കലറങ്ങാട്ട്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാത്തേക്കൽ, PTA പ്രസിഡന്റ് ജോസൻ ജോസ്, സ്റ്റാഫ് സെക്രട്ടറി GC മലക്സ്, സീനിയർ അസിസ്റ്റന്റ് ബിന്ദു KA, വിദ്യാരംഗം കൺവീനർ സിസ്റ്റർ റോസ്മിൻ, രമ്യ ജോർജ്, ബെറ്റി സെബാസ്റ്റ്യൻ, രസികപ്രിയ G നാഥൻ, അൽഫോൺസ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു.
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലിഫ് അറബിക് ഭാഷാ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സഫീന എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അറബിക് അക്കാദമിക് സെക്രട്ടറി PA കബീർ മുഖ്യപ്രഭാഷണം നടത്തി. പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലിഫ് അറബിക് ഭാഷാ ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്ന്, എന്തിനാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് എന്ന് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോട് ചോദിക്കും കേട്ടോ. 2 ചോദ്യം മക്കളോട് ചോദിക്കുള്ളൂ. എന്താണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്? ഭാഷ കുറയല്ലേ? ഏതൊക്കെ ഭാഷ ഉണ്ട്? അറബി ഉണ്ട്, കുറേ ഭാഷകളുണ്ട്. ഭാഷകൾ എന്തിനറിയോ? 2 തരം കാര്യങ്ങൾക്കാണ് ഭാഷ പഠിക്കുന്നത്. ഒന്ന്, എന്തിനാണ് നമുക്ക് ഭാഷ? PTA പ്രസിഡന്റ് ഹസീന ആസിഫ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സഫീന എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അറബിക് അക്കാദമിക് സെക്രട്ടറി PA കബീർ മുഖ്യ പ്രഭാഷണം നടത്തി. ആലിഫ് ക്ലബിന്റെ 1 വർഷത്തെ പ്രവർത്തന പദ്ധതി ഖദീജ ബീവി KM വിശദീകരിച്ചു. ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അറബി കഥ പറയൽ, കവിതാലാപനം, സംഘഗാനം എന്നിവ സംഘടിപ്പിച്ചു. അലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ്, അറബിക് ദിനാചരണങ്ങൾ, സ്കൂൾ അറബിക് കലോത്സവ പരിശീലനങ്ങൾ, അറബിക് ഫെസ്റ്റ്, അറബിക് കാലിഗ്രാഫി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാലയങ്ങളിൽ നടന്നുവരികയാണ്. റഹ്മത്ത് PM, സബിത PE, ഗീതു G നായർ, നൌഫൽ KM എന്നിവർ സംസാരിച്ചു. അറബി അധ്യാപകരായ ആര്യ S, ഡെനീറ്റ, ഡേവിഡ്, ജബ്ന TJ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കവിയും ഗ്രന്ഥകാരനുമായ അനുകുമാർ തൊടുപുഴ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളും അധ്യാപകരും മറ്റ് സ്റ്റാഫ് പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. കവിയും ഗ്രന്ഥകാരനുമായ അനിൽകുമാർ തൊടുപുഴ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മാറുന്ന കാലത്ത് ഒരു കലാകാരനായി നിലനിൽക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അധ്യാപകൻ ജോമോൻ ജോർജ് സ്വാഗതം ആശംസിച്ചു. വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ ക്ലബിന്റെ പേരുകൾ പ്രദർശിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ സൗമ്യ, വിദ്യാരംഗ കോർഡിനേറ്ററും സ്റ്റാഫ് സെക്രട്ടറിയുമായ ബിജോ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കലാ അധ്യാപകൻ രഞ്ജിത്ത് മോഹൻ നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് ദീപശിഖ റാലി നടത്തി. കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജ് ഡയറക്ടർ ഡോക്ടർ തോമസ് KV റാലി ക്യാപ്റ്റന് ദീപശിഖ കൈമാറി. മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ എത്തിച്ചേർന്ന ഒളിമ്പിക്സ് സന്ദേശ റാലിയെ സ്കൂൾ കുട്ടികൾ ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓട്ടോണോമസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ദീപശിഖ റാലി നടത്തി. കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജസ്റ്റിൻ K. കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജ് ഡയറക്ടർ ഡോക്ടർ തോമസ് KV റാലി ക്യാപ്റ്റന് ദീപശിഖ കൈമാറി. തുടർന്ന് ഒളിമ്പിക്സ് ഡേ സന്ദേശവുമായി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് റാലി എത്തിച്ചേരുകയും അവിടെ വെച്ച് കുട്ടികൾ വിവിധ കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ നടത്തുകയും തുടർന്ന് റാലി മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ എത്തിച്ചേർന്ന് ഒളിമ്പിക്സ് സന്ദേശ റാലിയെ കുട്ടികൾ ഹർഷാരവങ്ങളോടെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ ഒളിമ്പിക്സ് ദിന സന്ദേശം നൽകി. വാർഡ് മെമ്പർ രാജേഷ് ആശംസകൾ അർപ്പിച്ചു. കോളേജിലെ ഹെൽത്ത് ക്ലബിലെയും NSSലെയുമായി 100ഓളം കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. പ്രോഗ്രാമുകൾക്ക് കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ
ബോബു ആന്റണി, ലിസ റേച്ചൽ സജി, സ്കൂൾ കായികാധ്യാപകരായ റെജിനി തോമസ്, അമൽ എന്നിവർ നേതൃത്വം നൽകി. യൂതിത് നവോമി ഫോറം കോതമംഗല രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോക വിധവാ ദിനാഘോഷം സംഘടിപ്പിച്ചു. കോതമംഗല രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂതിത് നവോമി ഫോറത്തിന്റെ രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറും ലുവല്ല വെഞ്ചൂർ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോയ്സ് മേരി ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോനപ്പള്ളി വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്ത്രീയുടെ മഹത്വവും ശക്തിയും ഭർത്താവ് നഷ്ടപ്പെടുന്നതോടെ അവസാനിക്കുന്നതല്ല. നിർനിമേഷനായി നിന്ന് ജീവിതം നീക്കുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്ന അനേകം വിധവകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രത്യാശയുടെയും കരുത്തിന്റെയും ആത്മബലത്തിന്റെയും മനസ്സാന്നിധ്യത്തിന്റെയും പൊതുജീവൻ നൽകാൻ ഉപയുക്തമായ കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി രൂപപ്പെടുത്തിയിരിക്കുന്ന യൂതിത് നവോമി ഫോറം കോതമംഗല രൂപതയുടെ ആഭിമുഖ്യത്തിൽ ലോക വിധവാ ദിനം ആചരിച്ചു. മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ ലോക വിധവാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കോതമംഗല രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. വളരെ പ്രസക്തമാണ്. ഒരു ജനതയെ മുഴുവനും ദൈവത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. നവോമി തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ ദാനങ്ങളെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ നമുക്കും ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഭർത്താക്കന്മാര് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ സ്വർഗത്തിലുണ്ടെങ്കിൽ നമുക്കെന്താ കിട്ടുന്നത്? ദൈവാനുഗ്രഹം ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഏറ്റവും അടുത്തയാളുടെ സ്വർഗത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തനിച്ചു വിടുകയില്ല. ദൈവം കൂടെ ഉണ്ടാകും. അനേകരിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ലഭിക്കുന്ന അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാര് സ്വർഗത്തിലുണ്ട്. അവിടെ നിങ്ങൾ നമ്മളെല്ലാം എത്തിച്ചേരേണ്ടവരാണ്. കോതമംഗലം രൂപത യൂതിത് നവോമി ഫോറത്തിന്റെ രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറും ലുവല്ല വെഞ്ചൂർ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോയ്സ് മേരി ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോനപ്പള്ളി വികാരി റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട് ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂതിത് നവോമി KCBC ജനറൽ സെക്രട്ടറി മേരി ജോൺ പുതിയ പ്രവർത്തന വർഷത്തെ മാർഗരേഖ പ്രകാശനം ചെയ്തു. മാതൃവേദി രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു, രൂപത അനിമേറ്റഡ് സിസ്റ്റർ, കാരുണ്യ രൂപത വൈസ് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ, മിനി മാനുവൽ, ജൂഡി, ജെസ്സി ജെയിംസ്, ഷീജ റെന്നി എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മേളനത്തെ തുടർന്ന് യൂതിത് അംഗങ്ങളായ സ്ത്രീകളുടെ കലാപരിപാടികളും നടന്നു. തൊടുപുഴ മണക്കാട് അരിക്കുഴ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള നിരന്തര സംഘർഷം സമാധാന അന്തരീക്ഷം തകർക്കുന്നതായി ബസ് യാത്രികർ. സമയത്തെ ചൊല്ലിയാണ് നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും അടിപിടി ഉണ്ടാകുകയും ചെയ്യുന്നു. ബസ്സിനുള്ളിലെ യാത്രക്കാരുടെയും വഴിയാത്രക്കാരുടെയും സുരക്ഷ മാനിക്കാതെ ഗുണ്ടാ മനോഭാവം വെച്ച് ബസ്സുകൾ തമ്മിൽ മനഃപൂർവ്വം കൂട്ടിയിടിപ്പിച്ച് അപകടം സൃഷ്ടിക്കുകയാണ് ചില ഡ്രൈവർമാർ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിനെതിരെ കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് യാത്രക്കാർ ആരോപിച്ചു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള നിരന്തര സംഘർഷം സമാധാന അന്തരീക്ഷം തകർക്കുന്നതായി ബസ് യാത്രികർ. സമയത്തെ ചൊല്ലിയാണ് നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകുന്നത്. തൊടുപുഴ മണക്കാട് അരിക്കുഴ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിലാണ് സംഘർഷം ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും വലിയ സംഘർഷത്തിലേക്ക് വരെ എത്താറുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ യാത്ര ചെയ്ത സമയത്താണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരു ദയയുമില്ലാത്ത പ്രവൃത്തി ഉണ്ടാകുന്നത്. ബസ്സിനുള്ളിലെയും വഴിയിലൂടെ പോകുന്ന യാത്രക്കാരുടെയും സുരക്ഷ മാനിക്കാതെ ഗുണ്ടാ മനോഭാവം വെച്ച് ബസ്സുകൾ തമ്മിൽ മനഃപൂർവ്വം കൂട്ടിയിടിപ്പിച്ച് അപകടം സൃഷ്ടിക്കുകയാണ് ചില ഡ്രൈവർമാർ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇതിനെതിരെ കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളും യാത്രക്കാരും കുട്ടികളും അടക്കം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലയം ഹൗസിംഗ് പദ്ധതിയുടെ ആദ്യഘട്ടം ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. പീരുമേട്ടിൽ നവീകരിച്ച ലയങ്ങളുടെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിച്ചു.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൊടുപുഴയിൽ UDF-ന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പൊതുയോഗം UDF നിയോജക മണ്ഡലം കൺവീനർ NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. ലോക സംഗീത ദിനത്തിൽ കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗീത അധ്യാപകൻ സുഗുണനെ ആദരിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ലഹരി വിരുദ്ധ സൈക്കിൾ യാത്രയുമായി റിട്ടയർഡ് SI A. ഷാജഹാൻ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച സൈക്കിൾ യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഓണക്കാലത്ത് പൂക്കളുടെ വസന്തമൊരുക്കാൻ തയ്യാറായി വീണ്ടും ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. വിവിധ വാർഡുകളിലായി 21 ഇടങ്ങളിലാണ് പൂക്കൃഷി ആരംഭിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.